ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലെത്തി. നാളെ രാജ്ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം അദ്ദേഹം ചർച്ച നടത്തും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിലും കെയർ സ്റ്റാർമർ പങ്കെടുക്കും. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീനാഥ്. വെരി ഗുഡ് മോർണിംഗ്. കെയർ സ്റ്റാർമർ ഇതാ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാളെയാണ് പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി ആയതിനു ശേഷം കെയർ സ്റ്റാർമർ ആദ്യമായാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ യാത്രയെ നിർണായകമാക്കുന്നത് പല ഘടകങ്ങളുമുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ അമേരിക്കയുമായി ഇന്ത്യയുടെ ബന്ധം വഷളായി നിൽക്കുന്ന, വ്യാപാര ബന്ധം വഷളായിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കൂടുതൽ വിപണികളിലേക്ക് ഇന്ത്യ കടന്നു ചെല്ലാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിൽ ബ്രിട്ടൻ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടനിലെത്തുകയും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു. അടുത്ത 10 വർഷത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിലൊക്കെ ഒരു ധാരണ ഉണ്ടാക്കുകയാണ് ഇന്നത്തെ ഈ യാത്രയുടെ ലക്ഷ്യം. നാളെ ഇപ്പോൾ രാജ്ഭവനിൽ വെച്ച് കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. അദ്ദേഹത്തോടൊപ്പം 100-ലേറെ അംഗങ്ങൾ അടങ്ങുന്ന ഒരു വലിയ സംഘമുണ്ട്. അതിൽ വ്യവസായ രംഗത്തെ പ്രമുഖരുണ്ട്, വൈസ് ചാൻസലർമാരുണ്ട്, വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ, ഒപ്പം സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അടക്കം വലിയൊരു സംഘവുമായാണ് അദ്ദേഹം എത്തുന്നത്. നാളെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ നടക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. ഏതായാലും പ്രതിരോധമടക്കമുള്ള രംഗങ്ങളിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അത് കൂടുതൽ ഉറപ്പിക്കുന്നതിനുള്ള നിർണായകമായ തീരുമാനങ്ങൾ നമ്മൾ ഈ യോഗത്തിൽ വെച്ച് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം ഈ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ഒരു തുടർച്ച, അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി നടത്തും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ബ്രിട്ടനുമായുള്ള നമ്മളെ ബന്ധം അത് കൂടുതൽ ഊഷ്മളമാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായി ഇന്ത്യയിലേക്ക് നടത്തുന്ന ഈ സന്ദർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.